ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ലതും മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വേറിട്ട പഠനമെന്ന പേരിൽ തിരുവചന പഠനത്തുള്ള ബന്ധത്തിൽ ഇന്ന് ഈ നിമിഷം ദൈവസന്നിധിയിലായിരിക്കുന്നുള്ള കർത്താവേ, അവിടെ നിങ്ങൾ അനുഗ്രഹിക്കണം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പാനിടയെ ബലപ്പെടുത്തണം. ദൈവനാമം മഹത്വം ഇടണം. പ്രാർത്ഥന കേട്ടിട്ടുള്ള സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ നിമിഷം നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധയെ അല്പനിമിഷത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യഹോവ ഭക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ആണ് ഈ ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മളതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വാക്യം ഒന്നും കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 111 സങ്കീർത്തനം 11 വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഇതിൻ്റെ അടുത്ത ഒരു വാക്യം അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നുള്ള നല്ല ബുദ്ധിയുണ്ട്. ആ പദത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നല്ല കാര്യം, നല്ല ബുദ്ധി, നല്ല എന്നുള്ള പദത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ആരംഭ ക്ലാസ്സിൽ ചിന്തിച്ചതായിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ചിന്തിച്ചിട്ട് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. മർക്കോസ് സുവിശേഷം 4-ന്റെ 8-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്നു ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു. ഈ ഭാഗം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അതുകൊണ്ട് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യേശു ഉപമയായി പറഞ്ഞ കാര്യമാണ്. അന്ന് ഞാൻ അല്പമായി വിശദീകരിക്കാനിടയിൽ തീർന്നല്ലോ. വിതയ്ക്കുവാൻ വേണ്ടി പോയ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ വിതകാരൻ്റെ ഉപമയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിതച്ചപ്പോൾ വിത്ത് പല സ്ഥലങ്ങളിൽ വീണു. 3 സ്ഥലത്ത് വീണതും അത് പ്രയോജനമില്ലാതെ തീർന്നപ്പോൾ 4-ാമത് വീണ സ്ഥലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് ഇന്ന് നാം വായിച്ചു കേട്ടിരിക്കുന്നത്. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്നു ഫലം കൊടുത്തു. 30, 60, 100 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു. ഇതിനെക്കുറിച്ചായി നല്ല മണ്ണിൽ വീണ വിത്ത് അത് വളർന്നു വന്നു പ്രയോജനമുള്ളതായി തീർന്നു എന്നാണ് വായിച്ചു കേട്ടത്. നല്ല മണ്ണ്, അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആരംഭ ക്ലാസ്സിൽ ചിന്തിക്കുവാനിടയിൽ തീർന്നു. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ നിലപാടിനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെ, ഹൃദയത്തെ ആണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അന്ന് പറയുവാനിടയിൽ തീർന്നു. അതേ അർത്ഥം തന്നെയാണ് ഇപ്പോഴും നാം ചിന്തിക്കുന്നത്. നല്ല മണ്ണ് അല്ലെങ്കിൽ ആ നല്ല ഹൃദയം, ആത്മീയമായി ചിന്തിക്കുമ്പോൾ നല്ല നിലം അല്ലെങ്കിൽ നല്ല ഹൃദയം. ആ നിലം എന്ന് പറയുന്നത് ഹൃദയത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള, അതാണ് നല്ല കാര്യങ്ങൾ. ഇന്ന് നാം ചിന്തിക്കുന്ന ക്ലാസ്സിൽ
നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യങ്ങൾ. എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ? ഒന്നാമത് നമ്മുടെ പറഞ്ഞത് നല്ല മണ്ണ്. ആ നല്ല മണ്ണിൽ വീണ വിത്ത് പ്രയോജനമുള്ളതായി തീർന്നത് പോലെ ആ നല്ല മണ്ണായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ വീഴുന്ന വിത്തുകൾ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം 9-ാമത് വാക്യം. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യം. വായിക്കുന്നു. നീയോ എൻ്റെ മകനെ ശലോമോനെ, നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക എന്നാണ് വായിച്ചു കേട്ടിരിക്കുന്നത്. ഇവിടെ 9-ാമത്തെ വാക്യം, നീയോ എൻ്റെ മകനെ ശലോമോനെ, നിൻ്റെ അപ്പനായ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. അവിടെ എഴുതിയിരിക്കുന്നു നല്ല മനസ്സോടും കൂടെ. അപ്പം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായിരിക്കുന്ന ഒരു മനസ്സിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നല്ല മനസ്സ്. ഇപ്പോൾ ആദ്യം നാം കേട്ടത് നല്ല മണ്ണ് എന്ന് പറയാം. അപ്പം നല്ല മണ്ണ് എന്ന് പറയുമ്പോൾ മോശപ്പെട്ടതായിരിക്കുന്ന മണ്ണുകളും ഉണ്ട്. നല്ല മനസ്സ് എന്നിവിടെ പറയുമ്പോൾ അല്ലാത്ത മനസ്സും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ നല്ല മനസ്സോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയായിത്തീരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്മീയ ചിന്തയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് 28-ാം അധ്യായം എൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുന്ന നിമിഷത്തിൽ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദാവീദ് തന്നെ ദൈവം തിരഞ്ഞെടുത്ത കാര്യങ്ങളും തുടർന്ന് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് താൻ വിവരിച്ചു വരുന്ന ഭാഗമാണ് ഈ അധ്യായത്തിലെ ഉള്ളടക്കം എന്ന് പറയപ്പെടുന്നത്. എന്നിട്ട് തൻ്റെ മകനോട് പറയുന്നതാണ്, ഞാൻ സേവിച്ചതുപോലെ നിൻ്റെ അപ്പനായിരിക്കുന്ന ദാവീദിൻ്റെ ദൈവത്തെ ദാവീദ് സേവിച്ചതുപോലെ ആ മകനായിരിക്കുന്ന ശലോമോനും അത് ചെയ്യണം. അപ്പോൾ ദൈവം എന്തെയും അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഒരു നല്ല മനസ്സ് ഉണ്ടായിരിക്കണമെന്ന് മകനെ പ്രബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മുടെ മനസ്സും ഒരു നല്ല മനസ്സായിരിക്കണം, നല്ല ഉദ്ദേശമുണ്ടായിരിക്കണം. എന്ത് കാര്യം ചെയ്യുന്നതിനും ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ഒരു നല്ല മനസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൻ വിജയമായി തീരുവാൻ ഇടയായിത്തീരത്തുള്ളൂ. ആ നല്ല മനസ്സിൻ്റെ ഉടമയായി തീരുവാനായിട്ട് നമ്മളെല്ലാവരും വളരെ ഒരുക്കമുള്ളവരായി തീരുവാൻ ദൈവാത്മാവ് നമ്മുടെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അടുത്തതായിട്ട് നാം ചിന്തിക്കുന്നത് നല്ല പ്രവൃത്തി ഉണ്ടായിരിക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 16-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായങ്ങളാണ്. ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുമ്പോൾ താൻ മലമുകളിൽ കൊണ്ടുപോയി പ്രത്യേകമായി അവരെ ടീച്ചിങ് ചെയ്ത അല്ലെങ്കിൽ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ 3 അധ്യായങ്ങളിൽ 5, 6, 7 അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തിനാണ് കർത്താവ് മലമുകളിലേക്ക് കൊണ്ടുപോയത് എന്ന് നമുക്ക് ചിന്തിച്ചേക്കാം.
പല സ്ഥലങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഭവനങ്ങളിലൊക്കെ കർത്താവ് സന്ദർശിച്ചിട്ടുണ്ട്. അവിടെല്ലാം സുവിശേഷം പ്രസംഗിക്കുകയും അവരെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഉപമകളാലും സാദൃശ്യങ്ങളിലൊക്കെ കർത്താവ് അവരെ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ പ്രത്യേകമായി ഇതിൻ്റെ 5-ൻ്റെ 1 വായിക്കുമ്പോൾ അവൻ പുരുഷാരത്തെ കണ്ടാര മലമേൽ കയറി എന്ന് വായിക്കുന്നു. അപ്പോൾ പ്രത്യേകമായ രീതിയിൽ അവരെ ഒരു ക്രമീകരിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക്, ഒരു മലമുകളിലേക്ക് കൊണ്ടുപോയി മർമ്മപ്രധാനമായിരിക്കുന്ന പല കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അതാണ് ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, 5, 6, 7 അധ്യായങ്ങളിൽ. എന്ന് പറഞ്ഞാൽ എന്തിനാണ് അങ്ങനെ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ, ഈ മലമുകളിലേക്ക് പോയപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ മലമുകളിലേക്ക് പോകുമ്പോഴും ഈ താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഘുവായിട്ട് തോന്നുന്ന ഇടയായിത്തീരും. അങ്ങനൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മലമുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ താഴോട്ട് നമ്മൾ നോക്കിയാൽ, നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ചാൽ താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ചെറുതായിട്ട് കാണുവാനിടയായിത്തീരും. എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അത് മറവായിട്ട് അല്ലെങ്കിൽ ലഘുവായിട്ട് തോന്നുന്നു. നമ്മുടെ ശ്രദ്ധ സ്വർഗവുമായിട്ടും കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം, ആത്മീക ബന്ധം, അല്ലെങ്കിൽ ആ ടീച്ചിങ്ങിൽ അല്ല ഉപദേശത്തിൽ ആ ക്ലാസ്സിൽ വളരെ ശ്രദ്ധയോടെ, നമ്മുടെ സൂക്ഷ്മതയോടെ ഏകാഗ്രതമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് ഇടയായിത്തീരും. അത് മനസ്സിലാക്കിയ കർത്താവ് അവരെ മലമുകളിലേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രാരംഭ വാക്യത്തിൽ 1, 2, 3 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. അപ്പോൾ ഉയരത്തിലെ കാര്യം ചിന്തിക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതല്ല. ഒരു ദൈവത്തിൽ ഈ ലോകത്തെല്ലാ ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ആവശ്യമാണ്. അപ്പോൾ തന്നെ അതിനേക്കാൾ ഉപരി ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിച്ചാൽ, ഉയരത്തിലെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ദൈവം അതിനുവേണ്ടി എന്ത് ചെയ്യും, നമുക്ക് വഴികൾ ഒരുക്കി തരുവാൻ ഇടയായിത്തരും. അപ്പോൾ മലമുകളിൽ കൊണ്ടുവന്ന് പ്രത്യേകമായ രീതിയിൽ അവരെ പഠിപ്പിക്കുവാൻ ഇടയായിത്തരും. അങ്ങനെ പഠിപ്പിച്ചപ്പോൾ താൻ പറഞ്ഞു വരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം അക്കമിടും ഓരോ വാക്യങ്ങളും ഓരോ പ്രസംഗമായിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ അതൊന്നും വിവരിക്കാനല്ല ഈ ക്ലാസ്സിൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പറയണം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറയും. ലോകത്ത് നാം ആയിരിക്കുമ്പോൾ അനേകർക്ക് ഉപ്പ് പോലെ രുചിയുള്ളതായിരിക്കണം. മാത്രമല്ല ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, അനേകർക്ക് ഇരുട്ടിൽ കിടക്കുന്നവർക്ക് നാം വെളിച്ചമായിരിക്കണം. അങ്ങനെ അത് ചെയ്യുമ്പോൾ നമ്മുടെ ആ നല്ല പ്രവൃത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായിരിക്കുന്ന ആയിരങ്ങൾ അല്ലെങ്കിൽ അനേകർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് നമ്മെ ബുദ്ധി ഉപദേശിക്കണം. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിക്കുന്ന നല്ല പ്രവൃത്തി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ, നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ അപ്പോൾ അതിനർത്ഥം മോശമായിരിക്കുന്ന പ്രവൃത്തിയുണ്ട്. പ്രവൃത്തി തന്നെ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ പ്രസംഗ വിഷയമാണ്. അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല പ്രവൃത്തി. ഒരു വാക്യം കൂടെ അതിനോടുള്ള ബന്ധത്വം ചിന്തിക്കുമ്പോൾ തൊട്ട് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മെസ്സേജിനൊക്കെ ഉള്ളറിയിക്കുന്ന രീതിയിൽ ചെയ്യുവാൻ ഒരു ഉദാഹരണമായി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കും. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത് വാക്യം. നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത് വാക്യം. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി എന്ന് വായിക്കുന്നു. സന്ദർഭം ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ യെരൂശലേമിൻ്റെ മതിൽ പണിയുന്ന കാര്യത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 2-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് സന്ദർഭമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാനത് വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് ഇനി അവിടെ ഇങ്ങനെ 17 മുതൽ വായിക്കുമ്പോൾ, അതിൻ്റെ പകുതി മുതൽ വായിക്കുമ്പോൾ, ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുള്ളൂ. വരുവിൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും
രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളെ ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഒരു കാര്യം അറിയിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു നല്ല പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടത് അന്യോന്യം ധൈര്യപ്പെടുത്തുന്നവരായിരിക്കണം. അല്ലാതെ മറ്റ് ഇതര ചിന്തയിലേക്ക് വിഭിന്നമായി തീരുവാനായിട്ട് ചിതറുവാനല്ല ആഗ്രഹിക്കേണ്ടത്. അവർ ഒരുമിച്ച് ആ നല്ല പ്രവൃത്തിക്ക് വേണ്ടി അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി അത് പണിയുവാനായിട്ട് ഇടയായിത്തീർന്നതുപോലെ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ആത്മീകത്തിലും ഭൗതികത്തിലും നാം നല്ല പ്രവൃത്തി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കുവാൻ ദൈവാത്മാവ് വചനത്തിൽ കൂടി നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. അടുത്ത ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 42-ാമത് വാക്യം. ലൂക്കോസ് 10:42. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. യേശുക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിത കാലഘട്ടത്തിൽ താൻ ചില ഭവനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭവനമാണ് മാർത്ത മറിയ മരുടെ ഭവനം എന്ന് പറഞ്ഞത്. ബഥാനിയിലെ മാർത്ത മറിയ എന്ന് പറയപ്പെടുന്ന ഈ സഹോദരിമാരുടെ ഭവനം. ഇവിടെ വായിച്ചു കേട്ടിരിക്കുന്നത് എൻ്റെ 38-ാമത് വാക്യം മുതൽ വായിക്കുമ്പോൾ, പിന്നെ അവൻ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിൽ എത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ട്. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ടിരിക്കുന്ന, അത് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് ഈ ഭവനത്തിൽ വരുന്ന സമയത്ത് മാർത്ത അവളെ എതിരേറ്റു വീട്ടിൽ കൈക്കൊണ്ട് അവളുടെ സഹോദരിയായിരിക്കുന്ന മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്നു കൊണ്ട് വചനം പഠിക്കുവാനും വചനത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും വചനം കേട്ടുകൊണ്ടും അതവിടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ അവിടെ സഹോദരി പറയുന്ന ഒരു പരാതിയാണ് നമ്മിവിടെ കേൾക്കുവാനിടയായിത്തീർന്നത്. സഹോദരി തൻ്റെ ജോലിക്ക് വേണ്ടി തനിച്ചാക്കിയിട്ട് അവൾ ഇവിടെ വന്നിരിക്കുന്നു, അവളോട് എന്നെ സഹായിക്കാൻ പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞ മറുപടിയാണ് ഇവിടെ നാം വായിച്ചു കേട്ടിരിക്കുന്നത്. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് വചനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവവചനമാണ്. ആ വചനത്തെക്കുറിച്ചുള്ള ആത്മീയ സത്യങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അതിനുവേണ്ടി അവൾ സമയങ്ങളെ വേർതിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൽ നിന്നും മറ്റൊരു കാര്യം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഭവനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമത് മനസ്സിലാക്കുന്നത് യേശുവിന് ആതിഥ്യം നൽകുന്ന ഭവനമായിരുന്നു. ലൂക്കോസ് 10:38 വാക്യം, മാർത്ത കൈക്കൊണ്ടു എന്ന് വായിക്കുന്നു. അതായത് നമ്മുടെ ഭവനത്തിൽ യേശുവിനെ നാം ക്ഷണിക്കപ്പെട്ടവരതായിരിക്കണം, ആതിഥ്യം നൽകുന്ന ഭവനമായിരിക്കണം എന്നുള്ളതാണ് ആ വാക്യത്തോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യേശുവിനെ നമ്മൾ ക്ഷണിക്കുന്ന ഒരു സ്വഭാവം അല്ലൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടുവാനിട്ടിടയായിത്തീരും. രണ്ടാമത്തെ ഭാഗം ആ ഭവനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വചനത്തിന് മുഖ്യ സ്ഥാനം കൊടുത്ത ഭവനമാണ് ഈ മാർത്ത മറിയമാരുടെ ഭവനം എന്ന് പറയുന്നത്. 10:39 വാക്യം, മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു വചനം പഠിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. നാം ഈ ലോകത്തൊക്കെയുള്ള ഭവനങ്ങളിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭൗതികമായിരിക്കുന്ന പല കാര്യത്തിനും ജോലിക്ക് വേണ്ടിയും
അല്ലാതൊക്കെ മറ്റിതര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയങ്ങൾ വേർതിരിക്കുന്നുണ്ട്. പക്ഷേ നാം തിരുവചനം വായിക്കുന്നതിനും തിരുവചനം പഠിക്കുന്നതിനും അത് എഴുതിയെടുക്കുന്നതിനും അത് വായിക്കുവാനും പഠിക്കുവാനും പ്രസംഗിക്കാനൊക്കെയുള്ള ആ സാഹചര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി എത്രത്തോളം നമ്മൾ സമയത്തെ ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നാം പ്രത്യേകമായി സമയം കണ്ടെത്തണം. തിരുവചനം വായിക്കുന്നതിന് വേണ്ടിയും പഠിക്കുന്നതിനും നമ്മൾ സമയങ്ങളെ കണ്ടെത്തുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉളവാകണം എന്നുള്ളതാണ് ഇതിൻ്റെ ആത്മീയ സന്ദേശം എന്ന് പറയപ്പെടുന്നത്. വചനത്തിന് മുഖ്യ സ്ഥാനം കൊടുത്തുകൊണ്ട് എത്ര ജോലി അപ്പുറത്തുണ്ടായിരുന്നു, പക്ഷേങ്കിൽ മറിയ ചെയ്തത് അതുകൊണ്ട് ജോലി ചെയ്യേണ്ട എന്നുള്ള അർത്ഥമല്ല. മറിയ കർത്താവ് ആ ഭവനത്തിൽ കിടന്നപ്പോൾ അവൾ തൻ്റെ സമയം തക്കത്തിൽ ഉപയോഗിക്കുകയാണ്. യേശു എത്രയും പെട്ടെന്ന് കടന്നു പോകും. അതിനു മുമ്പായിട്ട് തനിക്ക് ചില സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ വചനം, കർത്താവ് പറയുന്ന വചനത്തെ തൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കാൻ വേണ്ടി അവൾ സമയം കണ്ടെത്തി. അപ്പോൾ വചനത്തിന് മുഖ്യ സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ചിന്ത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആ ഭവനത്തിൻ്റെ പ്രത്യേകത, കുടുംബ പ്രശ്നം യേശുവിനെ അറിയിച്ചു. 10:40. അതായത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ കാര്യം മാർത്ത വന്ന് പറയുന്ന ഭാഗമാണ്. അവർ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് വന്ന് ഒരു പരാതി അല്ല കംപ്ലൈൻറ്റ് പറയുകയാണ് ആ ഭവനത്തിലെ കാര്യം. ഇവൾ എൻ്റെ സഹോദരി എന്നെ ജോലിക്ക് തനിച്ചാക്കിയിട്ട് അവൾ ഇവിടെ വന്നിരിക്കുന്ന എന്നോട് സഹായിക്കാൻ പറഞ്ഞാലും എന്നുള്ള ഒരു പരാതി, ഒരു തൻ്റെ ആ ഭവനത്തിൻ്റെ കാര്യം തൻ്റെ ഗുരുനാഥനോട് താൻ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായും കുടുംബപരമായും നമുക്കുണ്ടാകുന്ന ഏത് പ്രശ്നമാണെങ്കിലും അത് കർത്താവിനോട്, ഒരു പക്ഷെങ്കിൽ ഭർത്താവിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കാണും, ഭാര്യയോട് പറയാൻ മേലാത്ത കാര്യങ്ങൾ കാണും, പൊതുവിൽ അല്ലെങ്കിൽ മക്കളോടോ സഹോദരങ്ങളോടോ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വ്യക്തിപരമായി ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണും. പക്ഷെങ്കിൽ അതെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ നസറേയനായ യേശു മാത്രമാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രശ്നം യേശുവിനെ അറിയിച്ചതുപോലെ നമ്മുടെ വ്യക്തിപരമായും ആത്മീയപരമായും ഭൗതികപരമായിട്ടുള്ള ഏത് വിഷയമാണെങ്കിലും അത് കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ 55-ാം സങ്കീർത്തനം 22-ാമത് വാക്യത്തിൽ രേഖപ്പെടുത്തി, നിൻ്റെ ഭാരം യഹോവയിൽ പരമേൽപ്പിക്കുക, അവൻ നിന്നെ പുലർത്തും എന്ന് വായിക്കുന്നു. 1 പത്രോസ് 5:7 ഇങ്ങനെ വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് വായിക്കുന്നു. അപ്പോൾ അതിൻ്റെ എന്ത് പറഞ്ഞതിൻ്റെ അർത്ഥം, അവൻ നിങ്ങൾക്കായി കരുതുന്ന ഒരു ദൈവമാണ്. അപ്പോൾ നമ്മുടെ സകല പ്രശ്നങ്ങളും, എന്ത് പ്രശ്നമാണെങ്കിലും, രോഗമാണെങ്കിലും സാമ്പത്തികമായ പ്രശ്നമാണെങ്കിലും കടഭാരമാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും ശുശ്രൂഷാ തലത്തിലുള്ള കാര്യമാണെങ്കിലും ഇതര എന്ത് പ്രശ്നമാണെങ്കിലും അത് ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം ഉണ്ട്, അല്ലെങ്കിൽ നസറായ യേശു നമുക്ക് വേണ്ടി ഉള്ളതുണ്ട്. പത്രോസ് എടുത്ത് പറയുന്നു, ആ കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് കൊടുത്ത് നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് അതിനെല്ലാം മറുപടി തരുമെന്നാണ് അതിനെക്കുറിച്ചുള്ള ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നാലാമത്തെ പ്രത്യേകത, ഈ ഭവനത്തിൻ്റെ നാലാമത്തെ ഏറ്റവും ഒടുവിലായിരിക്കുന്ന ആ പ്രത്യേകത എന്ന് പറയുന്നത്, സഹോദരിമാർ വിശ്വസിച്ചു എന്നുള്ളത്. വിശ്വസിക്കുക മാത്രമല്ല, അവർ ദൈവമഹത്വം കാണുവാനിടയായിത്തീർന്നു. അത് മറ്റൊരു അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സഹോദരിമാർ കർത്താവിൽ വിശ്വസിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 11:46 വാക്യത്തിലാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അവരുടെ സഹോദരനായിരിക്കുന്ന ലാസർ ദീനമായി കിടന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ആ സഹോദരൻ മരിക്കപ്പെടുവാനിടയായിത്തീർന്നു. എന്നാൽ കർത്താവ് ആ ഭവനത്തിൽ വന്നു ദൈവമഹത്വം അത് വിളംബരം ചെയ്യുവാനായിട്ടും പ്രവൃത്തിയിൽ അത് സാധ്യമാക്കി കൊടുക്കുവാനിടയായിത്തീർന്നു. നമുക്ക് മറ്റൊരു വിഷയത്തിൽ ഞാനതിൽ വരുന്നുണ്ട്, അത് വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ ഇരിക്കുന്നു, അവർ ദൈവമഹത്വം കർത്താവിൽ വിശ്വസിച്ചു. കർത്താവെ, അവൾ അവർ പറയുന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട്, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് താൻ പറയേണ്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്കറിയാം. കാരണം ഇതുപോലെ വചനം പഠിച്ചിരിക്കുന്ന സഹോദരന്മാരായിരുന്നുകൊണ്ട് അവർ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്കറിയാം. എങ്കിലും അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കല്ലറവാതിക്കൽ ചെന്നതിന് ശേഷം താൻ ഉള്ളം നൊന്ത് കരഞ്ഞു എന്ന് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ കരഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് താൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ ജീവനുള്ളവനായി അവൻ പുറത്തു വരുവാനിടയായി തീർന്നു. എന്താണ് പറഞ്ഞത്? ആ ദൈവമഹത്വം കർത്താവിൽ, ആ സഹോദരിമാർ കർത്താവിൽ വിശ്വസിച്ചു ദൈവമഹത്വം കണ്ടതുപോലെ ഈ നാളുകളായി ദൈവത്തിൽ നമ്മൾ വചനം പഠിക്കുക മാത്രമല്ല
അത് വായിക്കുക മാത്രമല്ല, ചിന്തിക്കുക മാത്രമല്ല, അത് നമ്മൾ വിശ്വസിക്കുകയും കൂടെ ചെയ്യണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് കർത്താവ് അവരോട് പറഞ്ഞതുപോലെ ഈ വചനം പഠനം നമ്മുടെ ജീവിതത്തിൽ അത് പഠിക്കുക മാത്രമല്ല, വിശ്വസിക്കുകയും കൂടെ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാൻ ഇടയായിത്തീരത്തുള്ളൂ, പ്രവൃത്തി പദത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീരത്തുള്ളൂ എന്നുള്ളതാണ് എന്നാൽ മികർത്ഥം. അപ്പോൾ ഈ ഭവനത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ ഒരു സബ് പോയിൻ്റ് പോലെ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നു. ഒന്ന്, യേശുവിന് ആതിഥ്യം നൽകുന്ന ഭവനമായിരുന്നു. വചനത്തിന് മുഖ്യ സ്ഥാനം കൊടുക്കുന്ന ഭവനമായിരുന്നു. കുടുംബ പ്രശ്നം യേശുവിനെ അറിയിച്ച ഭവനമായിരുന്നു. സഹോദരിമാർ വിശ്വസിച്ച് കർത്താവിൽ വിശ്വസിച്ച് മഹത്വം കണ്ട ഭവനമായിരുന്നു ഈ മാർത്ത മറിയമാരുടെ ഭവനം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് എന്താണ്? നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് വായിക്കുന്നു. അതുപോലെ ലഭിക്കുന്ന സമയത്ത് എവിടെ നിന്നാണെങ്കിലും, ഏത് സ്റ്റേജിൽ നിന്നാണെങ്കിലും, ഏത് കൺവെൻഷനാണെങ്കിലും, അല്ല ഒരു ട്രാക്റ്റിൽ നിന്നാണെങ്കിലും, അല്ല മറ്റ് ഇതര ഏത് മാധ്യമങ്ങളിൽ കൂടിയാണെങ്കിലും ദൈവം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ആലോചനകൾ, ദൈവത്തിൻ്റെ വചനം കേട്ടാൽ ആ നല്ല അംശമാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് എന്ത് ചെയ്യണം? അതിനെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അതിനെ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കുന്നവരായിരിക്കണം. അതാണ് മറിയയുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടുത്തെ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ഒരു ഭാഗം കൂടെ എടുത്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 17-ാമത് വാക്യം. മത്തായി സുവിശേഷം 7-ന്റെ-17-ാമത് വാക്യം വായിക്കുന്നു. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുവാൻ കഴിയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിൽ ഇടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുമ്പ് വായിച്ചതായിരിക്കുന്ന 5 മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം എന്ന് മുമ്പ് സൂചിപ്പിച്ചല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്ന നല്ല ഒരു ഉപദേശമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. അവിടെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: നല്ല ഫലം കായ്ക്കാത്ത നല്ല വൃക്ഷത്തിന് 17-ാം വാക്യം, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. എന്താണ് അർത്ഥം? ഇവിടെ ഇരിക്കുന്ന നല്ല വൃക്ഷം നല്ല ഫലം, നല്ല വൃക്ഷത്തിൽ നല്ല ഫലം കായ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആത്മീയ തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ നാം എല്ലാം വൃക്ഷങ്ങളായിട്ട് ഉപമിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മെ നല്ലൊരു വൃക്ഷങ്ങളായിട്ട് പല സ്ഥലങ്ങളിലും നട്ടിരിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അത് വളർച്ച പ്രാപിച്ച് ഒരു നല്ല ഫലം നമ്മളിൽ നിന്നും പിതാവായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഭൗതികമായി ചിന്തിക്കുമ്പോഴും നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇടയ്ക്കുണ്ടല്ലോ. അപ്പോൾ അവരും ആ കൃഷിക്കാരൻ ചെയ്യുന്നത് എന്താണ്? ഒരു വാഴ നട്ടു എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ വാഴയിൽ നിന്നും അതിൻ്റെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു വാഴക്കൊല കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ഫലം കിട്ടണം. അങ്ങനെ ഓരോ വൃക്ഷങ്ങളും ഓരോ സസ്യങ്ങളും നമ്മൾ അത് നടുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് നല്ല ഒരു ഫലം കിട്ടണം, അല്ലെങ്കിൽ ലഭിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് പിതാവായിരിക്കുന്ന ദൈവം നമ്മയും പല സ്ഥലങ്ങളിൽ നട്ടിരിക്കുകയാണ്. അത് ഫലം കായ്ക്കേണ്ടതായിരിക്കുന്ന സമയത്ത് അത് ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ഫലം ഇല്ല എങ്കിൽ ഇവിടെ വായിച്ചു കേട്ടത് എന്താണ്? നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു എന്ന് വായിക്കുന്നത്. അപ്പോൾ നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ നമ്മളെ വെട്ടി തീയിൽ ഇട്ട് ചുട്ട് കളയുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ 2024-ാമത് വർഷം നമ്മളെ വിട്ട് കടന്നു 25-ാം വർഷത്തിൻ്റെ പ്രാരംഭ മാസങ്ങളിലേക്ക് 2-ാം മാസത്തിലേക്ക് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെയൊക്കെ ചിന്തിക്കാം. നല്ല ഫലം കായ്ക്കുവാൻ കഴിഞ്ഞ വർഷം സാധിച്ചിട്ടില്ല എങ്കിൽ ഈ വർഷം പിന്നെയും കിടപ്പുണ്ട്, ഇനിയും ചില മാസങ്ങളോടെ ഉണ്ട്. അപ്പോൾ നല്ല ഫലം കായ്ക്കുവാൻ നാം എന്ത് വേണം? ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഒരുക്കം അനുസരിച്ചാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഏത് പ്രവൃത്തിയാണെങ്കിലും പല കുട്ടികൾക്കും ചില കാര്യങ്ങൾക്ക് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് വളരെ ഇൻട്രസ്റ്റാണ്, നല്ല ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇഷ്ടം കുറവാണ്, അല്ലേ? ചില കാര്യത്തിന് ഒട്ടും ഇഷ്ടമില്ല. ഇങ്ങനെയുള്ള പല തലത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സാഹചര്യത്തിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ആ ഫലം കായ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരുക്കവും
നമ്മുടെ വരയ്ക്കുന്നതായ ആ തെരഞ്ഞെടുപ്പ്, നമ്മുടെ അതുമായിട്ടുള്ള ആ ബന്ധം ആണ് അതുപോലെ നമുക്ക് ഫലം കായ്ക്കുവാൻ ഇടയായി തീരത്തുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന അളവിലായി തീരുവാൻ ഈ തിരുവചന പഠനം നമുക്ക് ഒരു ഉപകാരപ്രദമായി തീരട്ടെ, പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ക്ലാസ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഈ വാക്യമാണ് 12 ക്ലാസ്സുകളായിട്ട് നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ചില കാര്യങ്ങളെ കൂടി വാക്യത്തിൽ നിന്ന് പഠിക്കുവാനുണ്ട്. ഓടിച്ചാണ് ഞാൻ പോകുന്നതെങ്കിലും ഒത്തിരി ആശയങ്ങൾ അതിനകത്ത് പെറുക്കിയെടുക്കുവാനുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടെ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം ചിന്തിച്ചത് നല്ല ബുദ്ധിയുണ്ട്, അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വിശ്വാസികൾക്ക് വേണ്ടി ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാനിടയത്. അല്ലെങ്കിൽ സാധാ വിശ്വാസികൾ എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ അടുത്ത ക്ലാസ്സിൽ ഇതേക്കുറിച്ച് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ഇന്ന് നാം ചിന്തിച്ചത് ഒരു വിശ്വാസി അല്ലെങ്കിൽ സഹോദരന്മാർ സഹോദരിമാർ അങ്ങനെ സാധാ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഷോർട്ട് മെസ്സേജാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. എന്താണ് നല്ല ബുദ്ധിയുടെ നല്ല കാര്യങ്ങൾ? ഒന്ന്, നല്ല മണ്ണിൽ വീണ വിത്ത്, അത് പ്രയോജനപ്രദമായി തീരുവാനിടയെത്തുന്നു. നല്ലത്. രണ്ടാമത് വായിച്ചത് 1 ദിനവൃത്താന്തം 28:9, നല്ല മനസ്സ് അവിടെ ഉണ്ടാകുവാനിടയെത്തുന്നു. എന്താണ് ആ നല്ല മനസ്സ്? ശലോമോൻ പ്രാപിച്ചത് എങ്ങനെയാണ്? ആദ്യത്തെ ക്ലാസ് നാം പറയാനിടയെത്തിരുന്നു, ചിന്തിക്കാനിടയെത്തിരുന്നു അല്ലേ? യഹോവയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താണ്? നല്ല വിവേകമുള്ള ഒരു ഹൃദയം മാത്രം ചോദിച്ചതുകൊണ്ട് ദൈവം അവനെ അറിഞ്ഞ് അനുഗ്രഹിക്കാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഒരു നല്ല മനസ്സ് ഉണ്ടായിരിക്കണം, പിന്നെ നല്ല ബുദ്ധി ഉണ്ടായിരിക്കണം, ഒരു നല്ല പ്രവൃത്തി ഉണ്ടായിരിക്കണം. അങ്ങനെ ആ നല്ല പ്രവൃത്തിക്കായി അവർ അന്യോന്യം ധൈര്യപ്പെടുത്തി. നല്ല പ്രവൃത്തി ആണെങ്കിൽ പരസ്പരം നാം ആത്മബലത്തിൽ കൊടുത്തുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ആത്മീയാർത്ഥം. ഞാൻ വിവരിക്കുന്നില്ല. അടുത്തത് കേട്ടത് ഒരു നല്ല അംശം തിരഞ്ഞെടുത്തു. കർത്താവ് തൻ്റെ ഭവനത്തിൽ വന്ന നിമിഷത്തിൽ അവൾ ആ സമയം തക്കത്തിൽ ഉപയോഗിച്ചതുകൊണ്ട് വചനം പഠിക്കുന്നതിന് വേണ്ടി, വചനം വായിക്കുന്നതിന് വേണ്ടിയും, വചനം അത് കേൾക്കുന്നതിന് വേണ്ടിയും കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് കൊടുത്തതുപോലെ ഈ ദിവസങ്ങളായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് കൊടുക്കുവാൻ ദൈവം നമ്മയും ബുദ്ധി ഉപദേശിക്കുകയാണ്. ലാസ്റ്റ് കേട്ടത് നല്ല ഫലം കായ്ക്കണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഫലം നാം കായ്ക്കുന്നവരായിരിക്കണം, നല്ല സ്വഭാവമുള്ളവരായിരിക്കണം, നല്ല ഒരു ഫലം കൊടുക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. അതിനുവേണ്ടി കഴിഞ്ഞ വർഷം സാധിച്ചിട്ടില്ലെങ്കിൽ ഈ വർഷം നമുക്കതിനുവേണ്ടി ഒരുങ്ങണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മൾ വെറുതെ നമ്മുടെ സമയം വേസ്റ്റാക്കിയാൽ അതിനുവേണ്ടി ഫലം കായ്ക്കാൻ നമുക്ക് സമയം ലഭിക്കാതെ വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ കിട്ടുന്ന സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനമായി തീരുവാൻ, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി തീരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുവചന പഠനത്തുള്ള ബന്ധത്തിൽ ഈ നിമിഷം ഞങ്ങളായിരുന്നില്ല കർത്താവെ, സംസാരിപ്പാൻ ഇടയനെ ബലപ്പെടുത്തിയതിനെ സ്തോത്രം ചെയ്യുന്നു. കേട്ടതറിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ തൃക്കൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ആ നല്ല മണ്ണിൽ വീണ വിത്ത് പോലെ ആയിത്തീരുവാൻ കർത്താവെ, പ്രയോജനമായി തീരുവാൻ 30, 60, 100 മേൽ വിളഞ്ഞുകൊണ്ട് വരും കാലങ്ങൾ അങ്ങേക്കൊണ്ട് അധികം പ്രയോജനമായി ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി തീരുവാൻ അവരെല്ലാം കർത്താവിനെ അനുഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമാറാമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വം എടുത്തിട്ട് പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം. സകലം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.